ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വലിയ തരത്തിലുള്ള അട്ടിമറികളും രാഷ്ട്രീയ നാടകങ്ങളുമൊക്കെ നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ട്. പത്തനംതിട്ട ജില്ലയിലെ പുറമറ്റം ഗ്രാമപഞ്ചായത്തിൽ അത്തരത്തിലുള്ള ഒരു രാഷ്ട്രീയ ചൂടുമാറ്റമാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. ഈ പുറമറ്റം ഗ്രാമപഞ്ചായത്തിൽ 7 സീറ്റ് നേടി UDF ഒറ്റകക്ഷിയായതാണ്. LDFന് 5 സീറ്റ് മാത്രമാണ് ഉണ്ടായിരുന്നത്. 2 സ്വതന്ത്രർ കൂടി വിജയിച്ചിരുന്നു. ഇപ്പോൾ ആ 2 സ്വതന്ത്രരും LDFനൊപ്പം നിൽക്കുകയും ആ സ്വതന്ത്ര സ്ഥാനാർത്ഥി റെനി സനൽ പുറമറ്റം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആവുകയും ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ കുറേ കാലമായിട്ട് UDFനൊപ്പം നിൽക്കുകയും UDFന് പ്രസിഡന്റായി പ്രവർത്തിക്കുകയും ചെയ്ത ഒരാളാണ്. ഇപ്പോൾ ഇത്തവണ ഈ ടൈം മുതൽ LDFനൊപ്പമാണ്, LDFന്റെ പ്രസിഡന്റാണ്. എന്തുകൊണ്ട് ഇങ്ങനെ പെട്ടെന്നൊരു മാറ്റം, അതായത് എന്ത് സാഹചര്യത്തിലാണ് അങ്ങനെ സംഭവിച്ചത്? UDF ഞങ്ങളെ അംഗീകരിക്കുന്നില്ലെന്നൊരു സാഹചര്യം വന്നുകൊണ്ട് LDFകാർ സന്തോഷത്തോടെ നമ്മളെ സ്വീകരിച്ചു. ആ ഒരു സാഹചര്യത്തിൽ നമ്മൾ LDFന്റെ പിന്തുണ സ്വീകരിച്ചു, പ്രസിഡന്റായി. UDFന് വലിയ തരത്തിലുള്ള സ്വാധീനം ഉണ്ടായിരുന്ന ഒരു മേഖലയാണ്. നിങ്ങളടക്കമുള്ള ആളുകൾ കഴിഞ്ഞ കുറേ കാലമായിട്ട് UDFന്റെ ഭാഗമായി പ്രവർത്തിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ UDFൽ നിന്ന് ഏത് തരത്തിലാണ് ഒരു തിരിച്ചടി ഉണ്ടായത്? തിരിച്ചടി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഈ പ്രാവശ്യം സ്വതന്ത്ര സ്ഥാനാർത്ഥികളായിട്ട് മത്സരിക്കാൻ തീരുമാനിച്ചത് തന്നെ, ഞങ്ങൾ രണ്ടുപേരും തീരുമാനിച്ചത് തന്നെ UDFൽ നിന്ന് കഴിഞ്ഞ കാലങ്ങളിൽ ഞങ്ങൾക്കുണ്ടായ ദുരനുഭവം കൊണ്ട് മാത്രമാണ്. അപ്പോൾ ആ ഇലക്ഷന് ഞങ്ങൾ രണ്ടുപേരും മത്സരിക്കാൻ തീരുമാനിച്ച് നോമിനേഷൻ കൊടുത്ത് അന്നു മുതൽ തന്നെ ഞങ്ങൾക്ക് PJ കുര്യൻ സാറിന്റെ ഭാഗത്തു നിന്നും UDF അംഗങ്ങളുടെ പലരുടെയും ഭാഗത്തു നിന്ന് ഞങ്ങൾക്ക് വലിയ തിരിച്ചടി, ഒരു നോട്ടീസ് ഞങ്ങൾക്കെതിരെ അടിച്ചിറക്കി. അതേപോലെ തന്നെ ഒരു വീഡിയോ ഇലക്ഷന്റെ തലേ ദിവസം മുതൽ രാവിലെ മുതൽ ഫേസ്ബുക്കിലും വാട്സപ്പിലും എല്ലാം ഞങ്ങൾക്കെതിരായിട്ടുള്ള ഒരു വീഡിയോ പ്രചരിപ്പിക്കുന്നുണ്ടായിരുന്നു. പിന്നെ PJ കുര്യൻ സാറിന്റെ 2 സ്റ്റാഫ് 5-ാം വാർഡിലെ എന്റെ ഭർത്താവ് മത്സരിച്ച PJ കുര്യൻ സാറിന്റെ തന്നെ വാർഡിലെ എല്ലാ വീടുകളിലും കയറി ഞങ്ങൾക്കെതിരെ കള്ളക്കഥകളും അപവാദങ്ങളും പറഞ്ഞു വരുത്തി. എന്നാലും എല്ലാ ജനങ്ങളും ഞങ്ങളെ പിന്തുണച്ചു. കഴിഞ്ഞ കാലങ്ങളിൽ 10-25 വർഷമായിട്ട് ഞങ്ങൾ ജനങ്ങളോട് കൂടെ നിന്നിരുന്ന ആൾക്കാരാണ്. അതായത് 2018 നമുക്ക് വന്ന വലിയ പ്രളയകാലത്തും കോവിഡിന്റെ അവസരങ്ങളിലും അങ്ങനെ ജനങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളിലും അവരുടെ ദുഃഖങ്ങളും പ്രശ്നങ്ങളും അറിഞ്ഞ് ഞങ്ങൾ അങ്ങോട്ട് ചെന്നവരെ സഹായിക്കുന്ന സ്വഭാവമാണ് ഞങ്ങൾക്ക് രണ്ടുപേർക്കുള്ളത്. കഴിഞ്ഞ 5 വർഷക്കാലം ഞങ്ങൾ ജനപ്രതിനിധികളല്ലായിരുന്ന സമയത്ത് പോലും, ഞാൻ കഴിഞ്ഞ 5 വർഷം മാറി നിന്നിരുന്ന സമയത്ത് പോലും ജനങ്ങളോടൊപ്പം ഞങ്ങൾ കൂടെ ഉണ്ടായിരുന്നു. അതിന്റെ ഒരു പ്രതിഫലം ജനങ്ങൾ ഞങ്ങൾക്ക് തന്നു, ദൈവവും ഞങ്ങളെ തുണച്ചു. റെനിയും സനലും കോൺഗ്രസിന്റെ വിമതരായിട്ട് മത്സരിച്ച ആളുകളാണ്. അപ്പോൾ കോൺഗ്രസ് നേതൃത്വമായിട്ട് പലതരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോഴും വിമതരുടെ പിന്തുണ വേണ്ട എന്ന് പറഞ്ഞത് PJ കുര്യനാണ്. ആ തിരിച്ചടിയാണ് പുറമറ്റം ഗ്രാമപഞ്ചായത്തിൽ UDFന് ഭരണം നഷ്ടപ്പെടാൻ കാരണവും LDFന്റെ വിമതയായിട്ട് ഇപ്പോൾ റെനി പഞ്ചായത്ത് പ്രസിഡന്റ് ആവുകയും ചെയ്തിട്ടുള്ളത്. PJ കുര്യൻ എന്ന് പറയുന്നയാൾ പത്തനംതിട്ട ജില്ലയിൽ കോൺഗ്രസിനെ നശിപ്പിക്കാൻ ഇറങ്ങി എന്നുള്ളതാണോ ഇപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? നശിപ്പിക്കാൻ ഇറങ്ങി എന്നുള്ളതല്ല, ഇനി നശിപ്പിക്കാനൊന്നുമില്ല. നമുക്കറിയാം, കോൺഗ്രസ് എന്ന് പറയുന്നത് ഈ പത്തനംതിട്ട ജില്ലയുടെ ഒരു ഭാഗമായിരുന്നു. ഒരു കാലഘട്ടത്തിൽ 5 നിയോജകമണ്ഡലം 7 നിയോജകമണ്ഡലം ഉള്ളത് 7 നിയോജകമണ്ഡലങ്ങളിലും കോൺഗ്രസിന്റെ വലിയ മുന്നേറ്റം ഉണ്ടായ ഒരു ജില്ലയാണ് നമ്മുടെ കേരളത്തിലെ മറ്റ് ജില്ലകളെ സംബന്ധിച്ചിടത്തോളം. 7 നിയോജകമണ്ഡലങ്ങളിലും കോൺഗ്രസിന്റെ വലിയ വിജയ തേരോട്ടം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇദ്ദേഹം ഈ നേതൃത്വത്തിലോട്ട് വന്നതിന് ശേഷം നാൾക്ക് നാൾ കോൺഗ്രസ് പാർട്ടി ശോഷിക്കാൻ തുടങ്ങി. ഇപ്പോൾ 5 നിയോജകമണ്ഡലങ്ങളിലും LDFന്റെ വലിയ മുന്നേറ്റം കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നമ്മുടെ ജില്ലയിൽ പ്രകടമായി. അതിന്റെ ഏറ്റവും പ്രധാന പങ്ക് വഹിച്ചതും ഏറ്റവും വലിയ സംഭാവന ചെയ്തതും PJ കുര്യൻ എന്നൊരു വ്യക്തിയാണ്. കാരണം കോൺഗ്രസ് പാർട്ടിയിലെ സജീവമായി നേതൃനിരയിലുണ്ടായിരുന്ന ഏകദേശം 80% ആളുകളെയും ഈ പാർട്ടിയിൽ നിന്ന് നിഷ്കാസനം ചെയ്ത് ഈ പാർട്ടിയെ ഉന്മൂലനം ചെയ്യാനുള്ള എല്ലാ നടപടികളുമായിട്ട് പോകുന്നത്. കാരണം ഞങ്ങൾക്കറിയാം, കഴിഞ്ഞ 3 ദിവസമായി PJ കുര്യന്റെ വീട്ടിൽ ഈ പുറമറ്റം പഞ്ചായത്തിൽ നിന്ന് പോയി പറഞ്ഞ കോൺഗ്രസ് പ്രവർത്തകരുടെ അഭിപ്രായങ്ങൾ ഞങ്ങൾക്കറിയാം. ഞങ്ങളുടെ വീട്ടിൽ വന്നു. ഇവിടുത്തെ 80% വരുന്ന കോൺഗ്രസ് പ്രവർത്തകരും PJ കുര്യന്റെ വാർഡിൽ പോയി ഈ നിലപാടുകൾ സ്വീകരിക്കരുത് എന്ന് PJ കുര്യനോട് നിരവധി തവണ പ്രാവശ്യം പറഞ്ഞു. ഇതെല്ലാം അവഗണിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ സ്വയമായ ധാർഷ്യം, ആ ഒറ്റ പേരിന്റെ പേരിലാണ് ഈ തീരുമാനത്തിൽ. 7 സീറ്റ് നേടി ഒറ്റകക്ഷിയായി UDFൽ നിന്ന് ഇനിയും വേണമെങ്കിൽ ആളുകൾ വന്നേക്കാം അല്ലേ? അതിന് സാധ്യത ഞങ്ങൾ ആ ഭാഗത്തേക്കൊന്നും പോകുന്നില്ല. കാരണം മറ്റുള്ളവരെ അടർത്തിക്കൊണ്ടുവരാനുള്ള ആ രാഷ്ട്രീയമൊന്നും ഞങ്ങൾ പഠിച്ചിട്ടില്ല. ഞങ്ങൾക്ക് LDF പിന്തുണ തന്നു. ഞങ്ങൾ LDFനോടൊപ്പം ഉറച്ചു നിൽക്കും. അവരാണ് ഞങ്ങളുടെ ഇനിയുള്ള ശക്തി, ഇനിയുള്ള ഞങ്ങളുടെ മാർഗവും അവരായിരിക്കും. പ്രസിഡന്റ്, ഇനിയിപ്പോൾ LDFനോടും LDFന്റെ പ്രവർത്തകരോടും ഈ പഞ്ചായത്തിലെ ആളുകളോടും പ്രസിഡന്റ് എന്താ പറയാനുള്ളത്? എന്ത് വാഗ്ദാനം നൽകാനുള്ളത്? നമ്മളങ്ങനെ LDF UDF ഒന്നും വ്യത്യാസമില്ലാതെ എല്ലാവരെയും ഒന്നായിട്ട് കണ്ടുകൊണ്ട് LDFനോടൊപ്പം നിന്ന് വരുന്ന 5 വർഷക്കാലം പ്രസിഡന്റായിട്ട് നിന്ന് നല്ലൊരു ഭരണം കാഴ്ചവെക്കാനാണ് ആഗ്രഹിക്കുന്നത്. വിമതരായിരുന്ന 2 ആളുകളുടെ പിൻബലത്തിലാണ് LDF പുറമറ്റം പഞ്ചായത്തിൽ ഭരണം പിടിച്ചിരിക്കുന്നത്. അത് PJ കുര്യൻ എന്ന് പറയുന്ന കോൺഗ്രസ് നേതാവ് വലിയ തരത്തിൽ പാർട്ടിയെ ഈ ജില്ലയിൽ നശിപ്പിക്കാൻ വേണ്ടിയുള്ള എല്ലാ ഇടപെടലുകളും നടത്തുന്നുണ്ട് എന്നുള്ള ആരോപണം കൂടി റെനിയും സനലും പറയുകയും ചെയ്യുന്നുണ്ട്. സഞ്ജയ് ഇക്ബാലിനൊപ്പം പുറമറ്റത്ത് നിന്ന് ഷിജോ കുര്യൻ, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.